ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഒരു പുതിയ ടേമാണ് കോർപ്പറേറ്റ് ഫിലാൻത്രോപ്പി. ഫിലാൻത്രോപ്പി പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യ സ്നേഹമാണ്, ബീയിങ് ഹ്യൂമാനിറ്റേറിയൻ, ബീയിങ് വെരി ജനറസ്. അതായത് സമൂഹത്തിനോട് ഇവിടെ നമ്മൾ കോർപ്പറേറ്റ് ഫിലാൻത്രോപ്പിയാണ്. ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യണത്, അത് അവരുടെ കാശ് കൊണ്ടായിരിക്കാം അവർ മറ്റുള്ളവരെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ റിസോഴ്സസോ അവരുടെ ഗുഡ്സ് വെച്ചിട്ടായിരിക്കാം സമൂഹത്തെ സഹായിക്കുന്നത്. നമുക്കറിയാം ഈ ചുഴലിക്കാറ്റുകളും അതുപോലെ സുനാമിയൊക്കെ വരുന്ന സമയത്ത് പല സ്ഥാപനങ്ങളും കേടുവന്ന വീടുകൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നു, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള നമ്മുടെ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റീനെ എങ്ങനെ സഹായിക്കുന്നു, ഏത് രീതിയിലാണ് ഒരു സ്ഥാപനം സഹായിക്കുന്നത്, അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഫിലാൻത്രോപ്പിക് ആണ് ഒരു ഓർഗനൈസേഷൻ ഉള്ളത്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് ഫിലാൻത്രോപ്പിയാണ്. അപ്പം നമുക്ക് തോന്നും എന്താണ് ഫിലാൻത്രോപ്പിയും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തമ്മിലുള്ള വ്യത്യാസം, രണ്ടും കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള സഹായം നന്മ ചെയ്യണതല്ലേ എന്ന്. വലിയ വ്യത്യാസമൊന്നുമില്ല, ശരിക്കും രണ്ടും ഒരേ സിമിലർ കോൺസെപ്റ്റാണ്. എന്നാലും ചെറിയ വ്യത്യാസമുണ്ട്. കോർപ്പറേറ്റ് ഫിലാൻത്രോപ്പി പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു വലിയ ബ്രോഡർ സെൻസിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക. സോ ഫിലാൻത്രോപ്പി മീൻസ് ദ ആക്ട് ഓഫ് ഡൊണേറ്റിംഗ് മണി, ഗുഡ്സ്, ടൈം or effort to support a charitable cause in regard to a defined objective. ആ സ്ഥാപനത്തിൻ്റെ കാശായിരിക്കാം, ഗുഡ്സ് ആയിരിക്കാം, അവരുടെ ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ എഫേർട്ട് ആയിരിക്കാം. ഇതെല്ലാം കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ കോസിനാണ് ആ കമ്മ്യൂണിറ്റിയെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. ഫിലാൻത്രോപ്പി ക്യാൻ ബി ഇക്വേറ്റഡ് വിത്ത് ജനറോസിറ്റി ആൻഡ് ചാരിറ്റി ഫോർ ദി പുവർ ആൻഡ് ഡിപ്രൈവ്ഡ്. അതായത് ഒരു സ്ഥാപനം വളരെ ജനറസ് ആയിട്ട്, ഉദാര മനസ്കരായിട്ട് വളരെയധികം സഹായം, അതുപോലെ ചാരിറ്റി ആർക്കൊക്കെയാണ്, പാവങ്ങൾക്കും. ആരാണ് സമൂഹത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുള്ള ഡിപ്രൈവ്ഡ് ആൾക്കാർ, ശരിക്കും സഫർ ചെയ്യുന്ന ആൾക്കാർ ആരാണോ അവർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്യണം, അതിനെയാണ് നമ്മൾ ഫിലാൻത്രോപ്പി എന്ന് പറയുക. ഫിലാൻത്രോപ്പി ക്യാൻ ബി എനി സെൽഫ്ലെസ് ഗിവിങ് ടുവേർഡ്സ് എനി കൈൻഡ് ഓഫ് സോഷ്യൽ നീഡ് ദാറ്റ് ഇസ് നോട്ട് സെർവ്ഡ്. അതായത് ഫിലാൻത്രോപ്പി പറഞ്ഞാൽ സെൽഫ്ലെസ് ഗിവിങ് ടുവേർഡ്സ് എനി കൈൻഡ് ഓഫ് സോഷ്യൽ നീഡ്, ഒരു സോഷ്യൽ നീഡിന് വേണ്ടിയിട്ട്. ആരെയാണോ ശ്രദ്ധിക്കപ്പെടാത്തത്, ദാറ്റ് ഇസ് നോട്ട് സെർവ്ഡ്, കിട്ടേണ്ട കൈകളിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അതായത് പാവങ്ങൾക്ക് അവർക്ക് പെട്ടെന്ന് പലതും കിട്ടുന്നുണ്ടാവില്ല, അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യുന്നതിനെ ഫിലാൻത്രോപ്പി എന്ന് പറയാം. അണ്ടർ സെർവ്ഡ്, ഇതൊക്കെ ലെസ് പ്രിവിലേജ്ഡ് ആൾക്കാരിനെയാണ് ഈ പറയുന്നത്. അതായത് സഹായം ഒന്നും കിട്ടാത്ത ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമൂഹത്തിനെ സഹായിക്കുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ഫിലാൻത്രോപ്പി എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ എ കോർപ്പറേറ്റ്. ഒരു വ്യക്തിക്കും അല്ലേ, ചില ആൾക്കാർ ഒരുപാട് ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാരുണ്ട്, സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയൊക്കെ ഇൻഡിവിജ്വൽസിനും ചെയ്യാം ഫിലാൻത്രോപ്പിക് ആക്ടിവിറ്റീസ്. അതേപോലെ തന്നെ കോർപ്പറേറ്റ്സിനും വലിയ മൾട്ടിനാഷണൽ കമ്പനീസിനും ചെയ്യാം. ഇറ്റ് ഈസ് മോസ്റ്റ് ഓഫൻ സീൻ ഇൻ ദ ഫോം ഓഫ് ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻസ്, ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ഇൻക്ലൂഡ് ടൈം ആൻഡ് റിസോഴ്സ്. അല്ലേ, അത് സാമ്പത്തികമായിട്ടും കാണാം, ചിലപ്പോൾ ടൈം ആയിരിക്കാം, റിസോഴ്സ് ആയിരിക്കാം. അല്ലേ, മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അടുത്തൊരു ഇഷ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നായനെ കെട്ടി വലിച്ച് കൊണ്ടുപോകുന്നതും. അപ്പം മൃഗസ്നേഹികളായിട്ടുള്ള ആൾക്കാർ അതിനെതിരെ പോരാടി, അതൊരു ഫിലാൻത്രോപ്പിക് ആക്ടിവിറ്റിയാണ്. മൃഗങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതും അവരൊരു ജനറോസിറ്റി അവർ കാണിക്കുന്നതാണ്. നെക്സ്റ്റ് ഹെഡിങ് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നടപ്പാക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് സമൂഹത്തിനുള്ളത്, ആ സ്ഥാപനത്തിനുള്ളത്? ഫസ്റ്റ് വൺ, ഇറ്റ് എയിംസ് അറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. അല്ലേ, ഇത്തരം സ്ഥാപനങ്ങൾ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് കൊടുക്കുന്നുണ്ടാവുക, ഫെയർ പ്രൈസിലായിരിക്കും അത് വിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇറ്റ് എയിംസ് അറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, കൺസ്യൂമേഴ്സിനെ എല്ലാ തരത്തിലും പ്രൊട്ടക്ട് ചെയ്യാൻ CSR സഹായിക്കും. ഇറ്റ് എയിംസ് അറ്റ് പ്രൊട്ടക്ഷൻ ഓഫ് ലോക്കൽ ആൻഡ് ഗ്ലോബൽ എൻവയോൺമെൻറ്റ്. അതായത് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഫ്രീ ആക്കാൻ CSR ഏറ്റെടുക്കുന്ന കമ്പനികൾ തീർച്ചയായും ശ്രമിക്കും. അപ്പോൾ ലോക്കൽ എൻവയോൺമെൻറ്റ്, എവിടെയാണോ ആ കമ്പനി സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ലൊക്കാലിറ്റി അത് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും. ഇറ്റ് എൻഷുവേഴ്സ് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടാൻ CSR ഉപകാരപ്പെടും. ഇറ്റ് റിസൾട്ട് ഇൻ അവോയ്ഡിങ് ബ്രൈബറി ആൻഡ് കറപ്ഷൻ. ഒരിക്കലും CSR ഒന്നും അഡോപ്റ്റ് ചെയ്യുന്ന കമ്പനി കൈക്കൂലി കൊടുക്കുകയോ കറപ്ഷനോ അല്ലെങ്കിൽ അനധികൃത നിയമനമോ ഒന്നും അവർ ചെയ്യില്ല. ഇറ്റ് പ്രൊമോട്ട്സ് എഡ്ഹിയറൻസ് ടു ലേബർ സ്റ്റാൻഡേർഡ്സ് ബൈ കമ്പനീസ് ആൻഡ് ദെയർ ബിസിനസ് പാർട്ട്നേഴ്സ്. അതായത് ലേബർ സ്റ്റാൻഡേർഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ട് ലേബേഴ്സിൻ്റെ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ, അതായത് CSR അഡോപ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുള്ളൂ. The term CSR gives a chance to all the employees of an organization to contribute towards the society, environment
country and so on. CSR adopt ചെയ്യണ സ്ഥാപനമാണെങ്കിൽ അതിലത്തെ എല്ലാ എംപ്ലോയീസിനും സൊസൈറ്റിക്കും എൻവയോൺമെൻറ്റിനും ഒക്കെ കൂടി അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ സാധിക്കും. CSR goes a long way in creating a positive word of mouth for the organization on the whole. നമുക്കറിയാം CSR ചെയ്യുന്നു, നിങ്ങൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടി, പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ സമൂഹത്തിൽ തന്നെ ആ സ്ഥാപനത്തെ പറ്റി നല്ലൊരു മതിപ്പ് വരും. അങ്ങനെ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷനും ആൾക്കാർക്കുള്ള ട്രസ്റ്റും വിശ്വാസവും ലോയൽറ്റി ഒക്കെ കൂട്ടാൻ അത് സഹായിക്കും. CSR also gives employees a feeling of unparalleled happiness. CSR adopt ചെയ്യുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന employees will be very happy. Next, one of the greatest benefit of promoting social responsibility in the workplace is the positive environment built for employees. ഓക്കെ, ഇത്ര സ്ഥാപനങ്ങളിൽ എംപ്ലോയീസിന് നല്ലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാവും വർക്ക് ചെയ്യാൻ തന്നെ. When employees and management feel they are working for a company that has a true conscience, they will be likely be more enthusiastic and engaged in their job. അപ്പോൾ CSR അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യണമെങ്കിൽ ഒരു കൂടുതൽ എൻതൂസിയാസ്റ്റിക് ആയിരിക്കും, അവർക്ക് ആ സ്ഥാപനത്തോട് നല്ല കൂറുണ്ടാവുകയും ചെയ്യും, നന്നായിട്ട് ഒരു ജോലി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. This can build a sense of community and teamwork which brings everyone together and leads to happier and more productive employees. അപ്പോൾ എംപ്ലോയീസ് എല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്യും, അവർ മാക്സിമം അവരുടെ ഔട്ട്പുട്ട്, അവരുടെ പ്രൊഡക്ടിവിറ്റി ആ സ്ഥാപനത്തിന് നേടിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. സോ CSR ഉള്ളത് കൊണ്ട് ആർക്കൊക്കെ ഗുണം? ഇൻ ഷോർട്ട്, എംപ്ലോയീസിന് നല്ലതാണ്, കൺസ്യൂമേഴ്സിനും കസ്റ്റമേഴ്സിനും നല്ലതാണ്, ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ വർദ്ധിക്കും, ആ കമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്, സൊസൈറ്റിക്ക് നല്ലതാണ്, ആ ലൊക്കാലിറ്റി എവിടെയാണോ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ്, മൊത്തത്തിൽ ലോകത്തിന് എല്ലാവർക്കും നല്ലതാണ്. നെക്സ്റ്റ്, ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് CSR. CSR അഡോപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെയാണ് നന്മകളുള്ളത്? The simplest argument for social responsibility is that it is the right thing to do. Some of the society's problems have been created by corporations such as pollution and poverty level wages. It is ethical responsibility of business to correct these wrongs. അതായത് വൈ CSR ഇസ് നെസസറി, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ CSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം ചെയ്യേണ്ട ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഒരുപാട് പൊല്യൂഷൻ പ്രോബ്ലവും കുറഞ്ഞ വേതനം കൊടുക്കുക, ഒരുപാട് സമയം ജോലി ചെയ്യിക്കുക, അങ്ങനെ ആൾക്കാരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുക, ഈ പ്രോബ്ലം ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് വലിയ വലിയ കോർപ്പറേഷൻസും സ്ഥാപനങ്ങളുമാണ്. അപ്പോൾ അവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ തെറ്റുകളൊക്കെ ശരിയാക്കുക എന്നുള്ളത്. ഇതൊക്കെ കറക്റ്റ് ചെയ്യുക, പൊല്യൂഷൻ കുറയ്ക്കുക, ആൾക്കാർക്ക് ഫെയർ വേജ് കൊടുക്കുക, എല്ലാവരും ഒരുപോലെ കാണുക, അവരുടെ സേഫ്റ്റി, അവരുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ അവർ തന്നെയാണ് അവരുണ്ടാക്കുന്ന പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. Another point is that businesses have many of the resources needed for solving society's problem and they should use them to do so. സ്ഥാപനങ്ങൾക്കും ബിസിനസ്സുകാർക്കും തന്നെ ഈ സൊസൈറ്റിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരുപാട് റിസോഴ്സ് ഉണ്ട്. എന്തൊക്കെ റിസോഴ്സ്? അവരുടെ കാശുണ്ട്, അവരുടെ അടുത്ത് ഇഷ്ടംപോലെ മാൻ പവർ ഉണ്ട്, അവരുടെ അടുത്ത് ഗുഡ്സ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. Another reason for companies to be socially responsible is that if businesses are not, then government will create new regulation. If business are not എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകാർ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ടിട്ട് അവർ പുതിയ റെഗുലേഷനൊക്കെ കൊണ്ടുവരും, അതുപോലെ ഫൈനൊക്കെ ഈടാക്കും ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന്. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ബിസിനസ്സുകാർ തന്നെ CSR ആക്ടിവിറ്റീസ് ചെയ്യാം, ഫൈൻ ഒന്നും ഈടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാണ്ടിരിക്കുക. അതുപോലെ പൊല്യൂഷൻ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ സ്ഥാപനം തന്നെ അത് അടച്ചു പൂട്ടേണ്ടി വരും. അപ്പോൾ പൊല്യൂഷൻ കുറയ്ക്കുക, അവർ തന്നെ CSR ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക. ഈ പൊല്യൂഷൻ കുറയ്ക്കലും സൊസൈറ്റിക്കുള്ള നന്മ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് അവരെ അധികം ഇടപെടാൻ നിൽക്കില്ല. നെക്സ്റ്റ് പോയിന്റ്, ഇഫ് ബിസിനസ്സസ് പോലീസ് ദംസെൽസ് ദേ ക്യാൻ അവോയ്ഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. അതാണത്, അവർ തന്നെ ശരിയായ പാതയിൽ കൂടി നടക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് കുറയ്ക്കാം, അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. Then labor force is united into unions which demand protection of their right from business enterprise. അതായത് ഇന്ന് നമുക്കറിയാം എല്ലാ സ്ഥാപനങ്ങളിലും ട്രേഡ് യൂണിയൻസ് ഉണ്ടാവും. അത് പല പാർട്ടിക്കാരുടെയും LDFിൻ്റെ UDFിൻ്റെ ഒക്കെ ട്രേഡ് യൂണിയൻസ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്താ യൂണിയനായിട്ട് നിൽക്കുന്നത്? എംപ്ലോയീസിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ്.
അപ്പോൾ എംപ്ലോയീസിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ലേബർ യൂണിയൻസൊക്കെ മുന്നിട്ടിറങ്ങുക, അവർ സ്ട്രൈക്ക്, ലോക്കൗട്ട്, ചിലപ്പോൾ സ്ഥാപനം നശിപ്പിക്കുക, ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിലേക്കൊന്നും പോകാണ്ട് എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് സ്ഥാപനങ്ങൾ നിലകൊള്ളുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. അപ്പോൾ വർക്കേഴ്സിൻ്റെ സപ്പോർട്ട് വാങ്ങിക്കുക, എംപ്ലോയീസിൻ്റെ സപ്പോർട്ട് വാങ്ങിക്കുക, അവർക്ക് വേണ്ടി എന്തൊക്കെ സ്ഥാപനത്തിന് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് CSR. CSR ഉള്ളത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം CSR വേണം എന്ന് പറയാൻ ഇതൊക്കെയാണ് കാരണം. നെക്സ്റ്റ് പോയിന്റ്, കൺസ്യൂമർ ടുഡേ ഇസ് ദി കീ പ്ലെയർ അറൌണ്ട് whom all marketing activities rotate. Consumer does not buy what is offered to him. He buys what he wants. Firms that fail to satisfy consumer needs will close down sooner or later. നമുക്കറിയാം കൺസ്യൂമർ ഇസ് ദ കിങ് എന്നറിയാം. നമ്മൾ എല്ലാ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്, ദെയർ നീഡ്സ് ആർ ഡിഫറെൻറ്റ്. അപ്പം നമ്മൾ എന്തോ ഓഫർ ചെയ്യുന്നത് അത് ജസ്റ്റ് മേടിക്കാൻ ഇരിക്കല്ല കൺസ്യൂമർ അവിടെ. അപ്പോൾ കൺസ്യൂമറിന് എന്താണോ താല്പര്യം അതാണ് അവർ വാങ്ങിക്കുള്ളൂ. അപ്പോൾ കൺസ്യൂമറിൻ്റെ നീഡ്സും ടേസ്റ്റും ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്ത സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടേണ്ടി വരും. മാത്രമല്ല കൺസ്യൂമർ റിഡ്രസൽ സെൽസ് ആർ ദെയർ ടു പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സ് അഗെയിൻസ്റ്റ് ആൻറ്റി കൺസ്യൂമർ റൈറ്റ്സ്. നമ്മളൊരു മോശമായിട്ടുള്ള പ്രൊഡക്റ്റാണ് വിൽക്കണമെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും, കൺസ്യൂമർ റിഡ്രസൽ സെല്ലിൽ പോകും, അവരുടെ പെറ്റീഷൻ ഫയൽ ചെയ്യും, കേസ് ഫയൽ ചെയ്യും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. സോ കൺസ്യൂമർ സോവറിറ്റി ഹാസ് ദ ഫോഴ്സ് ഫേം ടു അസ്യൂം സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ്. അവിടെ കൺസ്യൂമേഴ്സിന് എല്ലാ റൈറ്റും ഉണ്ട്. അപ്പോൾ ഈ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് കൺസ്യൂമറിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക, അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, അവരെന്താണോ ആഗ്രഹിക്കുന്നത്, ഏത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണോ അവർ ആഗ്രഹിക്കുന്നത് അതേപോലെ അവർക്ക് ഗുഡ്സ് കൊടുക്കുക എന്നുള്ളത് സ്ഥാപനങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ സ്ഥാപനങ്ങൾക്ക് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എന്തുണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഫേംസ് ദാറ്റ് അസ്യൂം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മേ സഫർ ഇൻ ദി ഷോർട്ട് റൺ, but fulfilling social obligation is beneficial for the long run survival of the firm. അതായത് തുടക്കത്തിൽ നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും, സ്ഥാപനങ്ങളുടെ കാശൊക്കെ പോകുമ്പോൾ, സമയമൊക്കെ പോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഷോർട്ട് റണ്ണിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, ലോസ് ആയിട്ട് തോന്നും. പക്ഷെ ലോങ് റണ്ണിൽ എന്താ, നമ്മുടെ സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ ലോങ് റൺ സർവൈവലിന് എന്ത് അത്യാവശ്യമാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണോ അതെല്ലാം ഫുൾഫിൽ ചെയ്യുന്നത് അത്യാവശ്യം. So short term costs are therefore investment for long term profitability. അപ്പോൾ ഈ ഷോർട്ട് ടേം കോസ്റ്റ് എന്തായി മാറും, ലോങ് റണ്ണിലേക്ക് അത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയി മാറും. ലോങ് റണ്ണിൽ ആൾക്കാർ നമ്മുടെ സ്ഥാപനത്തിനെ ഇഷ്ടപ്പെടാനും തുടങ്ങും, അത് വഴി നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും. ബിസിനസ് ഓർഗനൈസേഷൻസ് ആർ പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൊസൈറ്റി. അല്ലെ, നമ്മുടെ സൊസൈറ്റിയിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബിസിനസ് ഓർഗനൈസേഷൻസ്. Their acceptance by the society will be denied if they ignore social problems. To avoid self-destruction in the long run, business enterprise assume social responsibility. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ബിസിനസ് സ്ഥാപനങ്ങളുടെ അവർ സൊസൈറ്റിയുടെ പ്രോബ്ലംസ് ഒക്കെ ഇഗ്നോർ ചെയ്ത, പ്രോബ്ലംസ് കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആരും അവരെ പ്രൊട്ടക്ട് ചെയ്യാണ്ടാവില്ല. അപ്പോൾ അവർ അവരുടെ കുഴി തോന്നണ പോലെയായിരിക്കും, സെൽഫ് ഡിസ്ട്രക്ഷൻ ഉണ്ടാവുക. ലോങ് റണ്ണിൽ സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർ പിന്നെ ആ മാർക്കറ്റിൽ നിലനിൽക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏറ്റെടുത്തേ മതിയാവും. With increase in the level of education and understanding of businesses that they are the creations of society, they are motivated to work for the cause of social good. Managers create public expectation by voluntarily setting and following standards of moral and social responsibility. അതായത് ബിസിനസ്സുകാർക്ക് അറിയാം അവരാണ് ക്രിയേറ്റേഴ്സ് ഓഫ് ദി സൊസൈറ്റി. ഈ സൊസൈറ്റിയിലെ നന്മകളും ഔട്ട്പുട്ടും ഉണ്ടാക്കുന്ന ആൾക്കാർ അവരാണ്. അവർ ഇവിടെ നിലകൊള്ളുന്നത് നല്ലൊരു ഗുഡ് കോസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാനേജേഴ്സ് ഇപ്പോൾ ഇന്ന് വലിയ വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ മാനേജേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ IIM പോലുള്ള സ്ഥാപനങ്ങളിൽ മാനേജ്മെൻറ്റ് കോഴ്സൊക്കെ പഠിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവർക്ക് അറിയാം അവർ ആ സമൂഹം എന്ത് സ്റ്റാൻഡേർഡാണോ എക്സ്പെക്ട് ചെയ്യുന്നത്, എന്ത് മോറലാണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നുണ്ടാവുക. ദേ ഡു വളണ്ടറി ആക്ടിവിറ്റീസ്, സ്വയം തോന്നിയിട്ടുള്ള ആക്ടിവിറ്റീസാണ് അവർ ചെയ്യുക. They ensure paying tax to government, dividend to shareholders, fair wages to workers and quality goods to consumers and so on. അതായത് CSR അഡോപ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കും, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കും, വർക്കേഴ്സിന് വേജസ് കൊടുക്കും, അതുപോലെ കൺസ്യൂമേഴ്സിന് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് കൊടുക്കുക. റാദർ ദാൻ ലെജിസ്ലേറ്റീവ് ഇൻ്റർഫിയറൻസ്,
Being the cause of social responsibility, firm assume social responsibility on their own. ഒരു ലെജിസ്ലേറ്റീവ് ഇൻ്റർഫിയറൻസ് ഇല്ലാണ്ട് നിയമ നടപടികളിലേക്കൂടെ പോവാണ്ട് സ്ഥാപനങ്ങൾ സ്വമേധയാ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. അവരത് എസ്യൂം ചെയ്യും. വേണ്ട പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്യും. Business organizations have enormous resources which can be partly used for solving social problems. സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഇഷ്ടം പോലെ റിസോഴ്സസ് ബിസിനസ് സ്ഥാപനങ്ങൾക്കുണ്ട്. ദേ ആർ ദി ക്രിയേഷൻ ഓഫ് സൊസൈറ്റി ആൻഡ് മസ്റ്റ് വർക്ക് ഇൻ ദി ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി ബോത്ത് ഇക്കണോമിക്കലി ആൻഡ് സോഷ്യലി. ഈ സൊസൈറ്റി തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ് അവരെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് എന്താണോ, സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി ബോത്ത് ഇക്കണോമിക്കൽ ആസ്പെക്റ്റ് ആയാലും സോഷ്യൽ ആസ്പെക്റ്റ് ആയാലും അല്ലെ, സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും അവർ സൊസൈറ്റിയിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബിസിനസ് സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ്. To grow in the environment of dynamism and challenge, business concern does not decide whether or not to discharge social responsibilities, but decide how much to be discharged. അത് ചെയ്യണോ വേണ്ടെന്നല്ല അവർ ചിന്തിക്കുക, എത്രത്തോളം ചെയ്യണം എന്നാണ് ചിന്തിക്കുക അല്ലെ. വളരെ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിലാണ് ബിസിനസ് ചെയ്യുന്നത്. ദിവസം ദിവസം കടകൾ വരുന്ന കുറേ പേര് അടച്ചു പൂട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ എത്രത്തോളം റെസ്പോൺസിബിളായിട്ട് സൊസൈറ്റിക്ക് വേണ്ടി നന്മകൾ ചെയ്താലേ അവർക്ക് ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റുന്നു. ദേ നോ ഇറ്റ് വെരി വെൽ. ഫൈനലി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി പ്രോഫിറ്റബിൾ അല്ലേ. നമുക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല റെപ്യൂട്ടേഷൻ ഏൺ ചെയ്യും, അതുവഴി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, പ്രോഫിറ്റും ഏൺ ചെയ്യാൻ സഹായിക്കും. It is possible for companies to prosper and build shareholder value by working to solve social problems. It can be a great way for a company to build positive public relations and attract top talent in the industry. സ്ഥാപനങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. നല്ല എംപ്ലോയീസിനെ ആ സ്ഥാപനത്തിൽ, അതാണ് ടോപ്പ് ടാലൻറ്റിനെ ഇവിടെ തന്നെ അട്രാക്ട് ചെയ്യാനും ഈ സ്ഥാപനത്തിൽ നിർത്താനും റീറ്റെയിൻ ചെയ്യാനും അവർക്ക് സാധിക്കും. നല്ല എംപ്ലോയീസിനെ ഇവിടെ തന്നെ നിർത്താനും സാധിക്കും. താങ്ക് യു ചിൽഡ്രൻ.